കോഴിക്കോട്ടേക്ക് അവിടെ അഖില CP നമുക്കൊപ്പം ഉണ്ട്. അഖില, ഞാൻ കോവളത്താണ്. കോവളത്തിൻ്റെ ഒരു ചൂട് ഇങ്ങനെ വന്നു തുടങ്ങുന്നേ ഉള്ളൂ. കുറച്ചൊരു 6 മണി കഴിയും സത്യത്തിൽ ഇവിടെ കുറച്ചുകൂടി ആളുകൾ നിറയാൻ. അഖില, ഇപ്പോൾ കോഴിക്കോട് എങ്ങനെയുണ്ട്? വടക്കൻ കേരളത്തിൻ്റെ പുതുവത്സരാഘോഷം എങ്ങനെയുണ്ട്? ദിവിഷ്, ഇവിടെയും അത് തന്നെയാണ് അവസ്ഥ. അതായത് 4 മണി ആവുന്നതേ ഉള്ളൂ, 4 മണി കഴിഞ്ഞേ ഉള്ളൂ. അപ്പോൾ കോഴിക്കോടിൻ്റെ ഒരു പ്രധാന ആഘോഷ കേന്ദ്രം എന്ന് പറയുന്നത് മാനാഞ്ചിറിയാണ്. മാനാഞ്ചിറി ഇല്ലാതെ കോഴിക്കോടുകാർക്ക് എന്ത് ആഘോഷം? അത് പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും, അതായത് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത് നമ്മുടെ വിനോദസഞ്ചാര വകുപ്പ് തീമാണ്. അതായത് സ്പ്രെഡിങ് ഹാർമണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തീമിൽ തയ്യാറാക്കിയിട്ടുള്ള ഒരു ലൈറ്റിങ്ങും കലാപരിപാടികളൊക്കെയാണ്. അപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ മാതൃഭൂമി പ്രേക്ഷകരോടും പറയാനുള്ളത്. അതായത് ഒരുപാട് സന്തോഷവും സമാധാനവും ഒക്കെ നിറഞ്ഞിട്ടുള്ള ഒരു പുതുവത്സര ദിനമാകട്ടെ. അപ്പോൾ ഇവിടെ ഈ സ്നോ വേൾഡ് തീമിലാണ് ഈ ആഘോഷ പരിപാടികൾ അല്ലെങ്കിൽ ലൈറ്റിങ്ങുകളൊക്കെ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ പെൻഗിൻസ് ഉണ്ട്, കരടികളൊക്കെ ഉണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും ആളുകൾ പുതുവത്സര ദിനത്തിൽ ഇതൊക്കെ കാണാനാണ് എത്തുന്നത്. മാനാഞ്ചിറയിലേക്ക് ഇതെല്ലാം കാണാനാണ് എത്തുന്നത്. അപ്പോൾ പതുക്കെ ആളുകൾ വന്നു തുടങ്ങുന്നേ ഉള്ളൂ. അവരുടെ ആഘോഷ പരിപാടികൾ മാനാഞ്ചിറ പ്രധാന ഭാഗമാകും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. മാത്രമല്ല ബീച്ചും ഒരു പ്രധാന കേന്ദ്രമാണ്. ബീച്ചും ഈ കോവളം പറഞ്ഞതുപോലെ കോഴിക്കോടിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ബീച്ച്. അപ്പോൾ ബീച്ചിലേക്കും ആളുകൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ വെയിലൊക്കെ ഉണ്ട്. വെയിലൊക്കെ ഒഴിവായി ഒരു 6 മണിക്ക് ശേഷമായിരിക്കും ആളുകൾ എത്താനാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അഖിലയാണ് മാനാഞ്ചിറയിലെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളോട് പങ്കുവെച്ചത്. ഇത്തിരി കാറ്റൊക്കെ കുറച്ച് കൂടി തുടങ്ങിയിട്ടുണ്ട്. കാരണം വൈകുന്നേരമായി, സമയം 4:15 കുറച്ചുകൂടി കാറ്റ് ശക്തിപ്പെടുന്ന സമയമാണ്. ആളുകൾ കൂടുതൽ പതുക്കെ ഇങ്ങോട്ടേക്ക് വന്നു തുടങ്ങിയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ശബരിമല തീർത്ഥാടനം നടക്കുന്നു. അത് കഴിഞ്ഞ് പോകുന്ന വഴിക്ക് കോവളത്തൊക്കെ കറങ്ങി പോകുന്ന ആളുകളുണ്ട്. അത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവർ, പിന്നെ തെലങ്കാനയിൽ നിന്നും ആന്ധ്രാപ്രദേശിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നുമൊക്കെ അല്ലാതെ വിനോദസഞ്ചാരത്തിനായി വന്നവരുണ്ട്. പ്രത്യേകിച്ചും ഇപ്പോൾ ക്ലാസ്സൊക്കെ തുടങ്ങിയത് കുറേ സ്കൂളുകളും കോളേജുകളൊക്കെ ആണെങ്കിലും ഇന്നലെ മുതൽ ഓപ്പണായി എന്നതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ തിരക്ക് കുറവ്. നാളെയാണ് 1-ാം തീയതിയാണ് കോവളത്തേക്ക് നാട്ടുകാരായ ആളുകളുടെ കൂടുതൽ വരവെന്നാണ് ഇവിടുത്തെ ആളുകളൊക്കെ പറഞ്ഞത്. അപ്പോൾ കൂടുതലും മറ്റിടങ്ങളിൽ നിന്നുള്ള ആളുകളുടെ ഒരു തിരക്കാണ് ഇപ്പോൾ കോവളത്ത് കാണാൻ കഴിയുക. DJ ഒന്നും ഒരുക്കിയിട്ടില്ല. അത് പ്രൈവറ്റായിട്ട് ചില റെസ്റ്റോറൻറ്റുകളിലൊക്കെ ഒരുക്കിയിട്ടുള്ള DJ ഒക്കെ ഉള്ളൂ. അല്ലാതെ ഈ ബീച്ചിൽ നേരത്തെ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. നേരത്തെ ബീച്ചിൽ വലിയ സെറ്റിട്ട് DJ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആളുകൾക്ക് ഇവിടെ ആഘോഷിക്കാനുള്ള അവസരമായിരുന്നു. പക്ഷേ ഈ സുരക്ഷാ കാരണങ്ങൾ, കടലും ഒക്കെ ആണല്ലോ, അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങൾ കൊണ്ട് ഇത്തവണ അങ്ങനെ ഒരുക്കിയിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. 2024 വിട പറയുകയാണ്. കുട്ടികളൊക്കെ മണലിൽ എഴുതി കളിക്കുന്നു, കടലമ്മ അത് മായ്ക്കും. 2025 കളർഫുൾ ആകട്ടെ എന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുക. ഞാൻ ഫോർട്ട് കൊച്ചിയിലേക്കൊന്ന് പോകാം. അതുപോലെ തന്നെ ബീച്ച് അവിടെ എങ്ങനെയുണ്ട് തിരക്ക് നോക്കാം. ശ്യാമേ, ഫോർട്ട് കൊച്ചിയിൽ പാപ്പാഞ്ഞിയെ കത്തിക്കാത്ത അവിടുത്തെ ഒരു നിരാശയായിരിക്കും. പക്ഷേ അതിൻ്റെ സീരിയസ് ആയ കാരണങ്ങളുണ്ടല്ലോ, അതങ്ങനെ നിൽക്കട്ടെ. എങ്ങനെയുണ്ട് ഫോർട്ട് കൊച്ചിയിൽ ആളുകൾ? മലയാളികളുടെ വരവാണോ കൂടുതൽ, അതോ മറ്റ് ഇടങ്ങളിൽ നിന്നും ആളുകളാണോ? അതിവിഷം നമ്മളിപ്പോൾ ഉള്ളത് ഫോർട്ട് കൊച്ചി വെളി ഗ്രൗണ്ടിലാണ്. ഇവിടെയാണ് പപ്പാഞ്ഞിയെ കത്തിക്കുന്ന ആ സ്ഥലം. അപ്പുറത്തെ പരോടി ഗ്രൗണ്ടിലാണ് കത്തിക്കാതിരിക്കുന്നത്. നിലവിൽ നമുക്ക് പപ്പാഞ്ഞിയെ കാണാം. അങ്ങനെ ഒരു സുന്ദര കുട്ടപ്പനായിട്ടുള്ള ഒരു യൂറോപ്യൻ വയോധികൻ, അദ്ദേഹം ഇവിടെ തയ്യാറായിട്ട് നിൽക്കുകയാണ്. കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ ആ ഒരു ഓർമ്മകൾ, അതായത് 2024 അതിൻ്റെ 2025 പിറക്കുമ്പോൾ ആ ഒരു 12 മണി നേരത്തെ ആ ഒരു നിമിഷം എല്ലാം, ആ 24 ഉണ്ടായിരുന്ന എല്ലാ ഇതും കത്തിച്ച് ചാമ്പലാക്കുന്ന ആ ഒരു നിമിഷം, അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ഇപ്പോൾ ആ സമയം ഇങ്ങോട്ടേക്ക് ആളുകൾ എത്തുന്നതിനുള്ള സമയം ആകുന്നേ ഉള്ളൂ. ഇപ്പോഴും 4 മണി കഴിഞ്ഞുള്ള, അതുകൊണ്ട് തന്നെ ഒരു വെയിലും ഇതൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും ആ വെയിലൊക്കെ മാറി ഏകദേശം ഒരു 5-5 കൂടി ആകുമ്പോൾ ഇങ്ങോട്ടേക്ക് നിരവധി ആളുകൾ എത്തിച്ചേരും. നമുക്ക് ഈ ഗ്രൗണ്ട് കാണാം. ഒരു വലിയ വിശാലമായ ഒരു ഗ്രൗണ്ടാണ്. ഈ ഗ്രൗണ്ടിലാണ് പ്രത്യേകമായിട്ട് ഏകദേശം 70,000-ലധികം ആളുകളൊക്കെ എത്തിച്ചേരുമെന്നാണ് ഇതിൻ്റെ സംഘാടകരും മറ്റുമൊക്കെ പറയുന്നത്. ഇവിടെ വിനയ് ഫോർട്ടാണ് ഈ പപ്പാഞ്ഞിയെ കത്തിക്കുന്നത്. ഇക്കുറി പപ്പാഞ്ഞിയെ കത്തിക്കുമ്പോൾ അത് റിമോട്ടിൻ്റെ സാധ്യത കൂടി ഉപയോഗപ്പെടുത്തുന്നുണ്ടെന്നാണ് സംഘാടകർ പറയുന്നത്. നമ്മോടൊപ്പം ഇതിൻ്റെ ഗലാഡി ഫോർട്ടിൻ്റെ സംഘാടകരൊക്കെ ചേരുന്നുണ്ട്. ബെനിച്ചേട്ടാ, എങ്ങനെയുണ്ട് ഈ പുതുവർഷ ആഘോഷത്തിൻ്റെ ആ ഒരു അവസാനവട്ട? അങ്ങ് കാണുമ്പോൾ തന്നെ അറിയാലോ, ജനങ്ങൾ ഇപ്പം തന്നെ എത്തി തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒരു 1,00,000 പേരെയാണ്. പോലീസ് അതിൻ്റെ സുരക്ഷിതങ്ങൾ മുഴുവൻ ഒരുക്കിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞ 6 കാര്യങ്ങളും പൂർത്തീകരിച്ചു. ഫെൻസിങ് എല്ലാം 80 അടിക്ക് മുകളിലാക്കിയിട്ടുണ്ട്. 2 ഫയർ എഞ്ചിൻ റെഡിയാണ്. 44 ക്യാമറ പോലീസിലേക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെ പെർമിഷനായി കഴിഞ്ഞിട്ടുണ്ട്. പോലീസ് ഹെഡ് പോസ്റ്റ് സ്ഥാപിച്ചിട്ടുണ്ട്. വിദേശികൾക്ക് പ്രത്യേക പൗലിയൻ സ്ഥാപിച്ചിട്ടുണ്ട്. അങ്ങനെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ
പ്രത്യേകം സജ്ജീകരിച്ചിട്ടുണ്ട്. ഇനി മാധ്യമ പ്രവർത്തകരെയും ഞങ്ങളുടെ മുകളിൽ കയറ്റി വളരെ കൃത്യമായിട്ട് ഇരുത്തിയിട്ടുണ്ട്. ഈ പുതുവർഷം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കൊച്ചിയാണ് അതിൻ്റെ ആഘോഷ ഇടം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളുമായി ഇനി ഇങ്ങോട്ടേക്ക് ആളിങ്ങി എത്തിയാൽ മതി അല്ലേ? ഫോർട്ട് കൊച്ചിയാണ്, കൊച്ചിയല്ല, ഫോർട്ട് കൊച്ചിയാണ്. കൊച്ചി അറ്റം വരെ കിടക്കയില്ലേ. എന്തായാലും ഉറപ്പായിട്ട് ഞങ്ങൾക്ക് നല്ലൊരു വിശ്വാസമുണ്ട്. എല്ലാ വിഭാഗം ജനങ്ങളും ഒഴുകിയെത്തുന്ന ഒരു സ്ഥലത്ത് കാണട്ടെ, മതസൗഹാർദ്ദവും ഐക്യവും എല്ലാം ഏകകണ്ഠമായ നമ്മുടെ സഹോദരങ്ങൾ എല്ലാവരും ഒത്തുകൂടി ഏറ്റവും പീസ്ഫുള്ളായി നടക്കുമെന്നാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. ഇക്കുറി നമ്മുടെ ആ പപ്പാനിയുടെ ഒരു പ്രത്യേകത എന്താണ്? ഈക്കുറി ഈ പപ്പാനിയുടെ പ്രത്യേകത എൽഫൻ. അത് പുള്ളിയുടെ ഏറ്റവും വലിയ ആഗ്രഹം, പുള്ളി ഒരു നോവലിസ്റ്റാണ്. പുള്ളിക്ക് പടക്കങ്ങളോടും ആഘോഷങ്ങളോടും വലിയ താല്പര്യമാണ്. അങ്ങനെയാണ് ഞങ്ങൾ ഗാലാഡിയുടെ പ്രസിഡന്റ് ആൻസി ഒരു സെലക്ഷൻ വരികയാണ്. അങ്ങനെയാണ് അത് നിർമ്മിക്കുന്നത്. അത് നിർമ്മിച്ചത് തന്നെ ഈ ഗാലാഡി കൂട്ടായ്മയാണ് കേട്ടോ. ഞങ്ങൾക്കൊരു ഇവന്റ് മാനേജ്മെൻറ്റും ഇല്ലേ. ഞങ്ങളുടെ കൂട്ടായ്മ, ഞങ്ങൾക്ക് ഇവിടെ കമ്പിപ്പണിക്കാരുണ്ട്, കൽപ്പണിക്കാരുണ്ട്, അങ്ങനെ മുഴുവൻ സംവിധാനത്തിലുള്ളവരും ഇവർ നിന്ന് ചെയ്ത സംവിധാനം നന്നായിട്ട് അങ്ങേക്ക് തന്നെ കാണാൻ കഴിയുമല്ലോ. ഇത്രയും മനോഹരമായ പപ്പാഞ്ഞി കേരളത്തിലും ഇന്ത്യയിലും ഉണ്ടായിട്ടില്ല. ആരാ പപ്പാഞ്ഞി ഈ പ്രാവശ്യം ഇരിക്കുന്നതാരാ? അല്ല, ഈ കുറി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ സംഘടനക്കകത്ത് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും ഉണ്ട്. അപ്പം ഈ കുറി ഞങ്ങളുടെ ഫോർട്ട് കൊച്ചിയുടെ മുത്തെന്ന് വിശേഷിപ്പിക്കുന്ന ഞങ്ങളുടെ വിനയ ഫോർട്ടും ഫാമിലിയും ഉണ്ടാവും. ബഹുമാനപ്പെട്ട മാക്സി MLA ഉണ്ടാവും, ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി മേയർ ഉണ്ടാവും. എന്തായാലും വിനയ ഫോർട്ടായിരിക്കും മിഡ് നൈറ്റിന് പപ്പയ്ക്ക് ചരിത്രത്തിലാദ്യമായി ഫോർട്ട് കൊച്ചിയിൽ റിമോട്ട് കൺട്രോളിൽ പപ്പയെ കത്തിക്കും. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു വെറൈറ്റി ഞങ്ങൾ പറയുന്നത്. അതായത് സിറ്റി പോലീസ് കമ്മീഷണറും ബഹുമാനപ്പെട്ട DCP സുദർശൻ സാറും ഞങ്ങളോട് പറഞ്ഞത് ആക്സിഡൻറ്റ്സ് എങ്ങനെ പരമാവധി ഒഴിവാക്കാൻ പറ്റും. ഞങ്ങൾ ഗാലാഡി കൂട്ടായ്മ നല്ല രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കണ്ടെത്താൻ പറ്റി. പപ്പയുടെ 25 മീറ്ററിൽ നിന്നും VIP-കളിൽ നിന്ന് റിമോട്ട് കൈകാര്യം ചെയ്യുമ്പോൾ പപ്പ 12 മണിക്ക് കത്തി ആയിരിക്കും. വർഷത്തെ വരവേൽക്കും ഉറപ്പായിട്ട്. അതൊരു കേരളത്തിന്റെ ചരിത്ര താളുകളിൽ ഗാലാഡി ഫോർട്ട് കൊച്ചി എഴുതി വെക്കുന്ന ഒരു സംഭവമായിരിക്കും. ഇനി 2025 ഇറക്കാൻ അധികം സമയമില്ല. എല്ലാം തെറ്റായല്ലേ? തെറ്റായി. ഗാലാഡി എന്ന് പറയുന്നത് തന്നെ ഒരു പോർച്ചുഗീസ് വേർഡാണ്. ആ വേർഡിന്റെ അർത്ഥം ആഘോഷങ്ങൾ എന്നാണ്. ഗാലാഡി ഫോർട്ട് കൊച്ചി ആഘോഷങ്ങളുടെ ഫോർട്ട് കൊച്ചി എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ഞങ്ങളുടെ ഗാലാഡി ഫോർട്ട് കൊച്ചിയിലെ 136 മെമ്പർമാർ വളരെ ആവേശത്തിലാണ്. ഇങ്ങോട്ടേക്ക് ഇനി ആളുകൾ എത്തിയാൽ മതി. അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ ഒരു വൈബ് തുടങ്ങണുണ്ട് ഞങ്ങൾ ഇപ്പം തന്നെ ഞങ്ങളുടെ ഇനിയിപ്പോൾ അവസാനം മാത്രം നോക്കിയാൽ മതി. ഇവിടം വരെ ആഘോഷം അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കണം. ഇനി അതുപോലെ തന്നെ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. തീർച്ചയായിട്ടും കളർഫുള്ളായ ഒരു ആഘോഷത്തിലേക്ക് ഫോർട്ട് കൊച്ചി കടക്കുകയാണ്. അതിന് ഈ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. അതിൻ്റെയൊക്കെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുന്നു. ഒരു വർഷക്കാലത്തെ ഈ ഉണ്ടായ എല്ലാ കാര്യങ്ങളെയും മറന്നുകൊണ്ട് മതിമറന്ന് ആഘോഷിക്കുവാൻ പറ്റിയ ഒരിടം, ആ ഒരിടം തേടി നിരവധിയായിട്ടുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് ഈ വെളി ഗ്രൗണ്ടിലേക്ക് എത്തിച്ചേരും. ഈ വെളി ഗ്രൗണ്ട് നിറഞ്ഞ് കവിയുന്ന ഒരു കാഴ്ച നമുക്ക് ഇനി മണിക്കൂറുകൾ കഴിയുമ്പോൾ കാണാൻ കഴിയും. ഇവിടെ സംഗീത നിശയുണ്ടാകും. അങ്ങനെ ആ പാട്ടിനൊപ്പം ആടിയും പാടിയുമൊക്കെ ഈ 2024 നമുക്ക് പറഞ്ഞു വിട്ട് 2025 എന്ന പുതുവർഷത്തെ വരവേൽക്കുകയാണ്. സന്തോഷത്തിൻ്റെയും പ്രതീക്ഷയുടെയും ഒക്കെ ഒരു വർഷമാകട്ടെ എന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. നമ്മൾക്കുണ്ടായ സങ്കടങ്ങളും എല്ലാം ഈ പപ്പാഞ്ഞിയിലൂടെ കത്തി അമർന്ന ഒരു പുതുവർഷത്തിലേക്ക് കടക്കാൻ വേണ്ടി. എന്തായാലും നേരത്തെ ശാന്തല പറഞ്ഞ പോലെ അവിടുത്തെ പാപ്പാഞ്ഞിയെ കത്തിക്കുന്നത് സത്യം പറഞ്ഞ ഒരു സങ്കടമാണ്. കാരണം അത്ര മനോഹരമായ ലോർഡ് ഓഫ് ദ റിങ്സിലെ കഥാപാത്രത്തിൻ്റെ രൂപത്തിലാണ് ഈ ഗാലഡി ടീം പാപ്പാഞ്ഞി ഒരുക്കിയിരിക്കുന്നത്. പക്ഷേ ഇന്ന് അതിൻ്റെ ഒരു രസം അതാണല്ലോ, ഇന്ന് എല്ലാവരും കൂടെ കൂടുന്നതാണ്. മറ്റേ ബീച്ചിലെ കത്തിക്കലില്ലാത്തതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഗാലഡിയുടെ ആഘോഷത്തിനായിരിക്കും തിരക്ക് കൂടുതൽ.